ശ്രദ്ധയ്ക്ക് RPK 518 കുണ്ടറ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ പുറപ്പെടും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഉടനെ പുറപ്പെടും. തിരുവനന്തപുരം ഉഴവൂർ ബസ് പോയി. സ്റ്റാൻഡിലില്ല ബസ് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ ആവശ്യമില്ലാത്ത കുറെ ബസ് വിളിച്ചു പറയുന്നുണ്ടല്ലോ. അല്ല, അത് ഈ സമയത്ത് വരുന്ന ബസ്സാണ് ഞാൻ വിളിച്ചു. ആ ബസ്സില്ല. ബസ് പോകുന്നുണ്ടല്ലോ. അതുണ്ടാ? അതില്ലേ? അതെയാ? അതില്ല. അതില്ല. ഇപ്പം ഞാൻ വന്ന് ഇരുന്ന പിന്നെ ഇല്ല. നമ്മ അവരെ ശ്രദ്ധക്ക് എന്ന് പറയുന്നല്ലാണ്ട് ഒരു ശ്രദ്ധയില്ല. മുഴുവൻ വാട്സാപ്പിലാണ് നോക്കുന്നത്. ഇന്നലെ എന്റെ ബസ്സിൽ ഒരു കള്ളം കയറിയിട്ട് ഒരു പെണ്ണിന്റെ മാല പൊട്ടിച്ചിട്ട് പോയി. ഓൾ അറിയേയില്ല. ഓള് അവസാനം നമ്മളെ ബസ് 3 ആളുകൾ പൊട്ടിച്ച് ബസ് പിടിച്ച് ഈ ബസ് പോയിനിന്ന് മാല പോയിനിന്ന് നമ്മ കള്ളനാവൂലേ? ഇനിയിപ്പൊ മാലയുടെ പൈസ കൊടുക്കാതെ നമുക്ക് ശമ്പളം ഉണ്ടാ. അവസാനം ആളെ പിടിച്ചു. അല്ല, ഞാൻ നിന്നെ വിളിക്കാനൊക്കെ. എന്ത്? എനിക്കൊരു 500 രൂപ കടന്നു. 500 രൂപ? അതെ, നിന്റെ അതിൽ പൈസ ഇല്ലേ? കളക്ഷൻ പൈസ ഇല്ലേ? 500 രൂപ ഞാൻ അടക്കല്. ഗവൺമെന്റ് അടക്കേണ്ട പൈസ ഇല്ല ഇത്. സർക്കാർ നമുക്ക് ശമ്പളം തരുന്നില്ല. പിന്നെ ഗവൺമെന്റ് ഒന്നും അടക്കണ്ട. 500 രൂപ കടന്നു. ഇപ്പം നാട്ടുകാർക്ക് വീട്ടുകാർക്ക് മുമ്പിൽ എനിക്കൊരു പണിയുണ്ട് പറയാൻ വേണ്ടിട്ട്. ശമ്പളം ഇല്ലെങ്കിൽ ഗവൺമെന്റ് പണിയുണ്ട്. അതും കൂടെ കളയാനാ നിങ്ങൾ പണി. ഞാൻ ശമ്പളം ചുറ്റുപാട് തരാം. നീ എങ്ങനെ തിരിച്ചാവട്ടെ? ഒന്നും വേണ്ടരാവട്ടെ, നടക്കൂലാവട്ടെ. കൊടുത്താൽ ശരിയാവൂല. ഈ പൈസന്റെ കാര്യം മൈക്ക് ഓഫ് ആക്കിട്ട് പറഞ്ഞു. അത് മറന്നു. എന്തു മറന്നു എന്ന് വെറുതെ ആൾക്കാരോട് പറയിപ്പിക്കണം നിങ്ങൾ. ചേട്ടാ, ഞാനത് അറിയില്ല. ചേട്ടാ, കൊട്ടാരക്കര കേസ് അതല്ല ഇപ്പൊ ഞാൻ അനൗൺസ് ചെയ്ത്. എപ്പോഴാ കേട്ടത്? അത് ഞാനിപ്പോ പറഞ്ഞില്ലേ ടൈം. എത്രയാ പറഞ്ഞേ സമയം? ഞാൻ കേട്ടില്ല ചേട്ടാ, അതുകൊണ്ട് ചോദിച്ചത്. എന്ത് നിങ്ങൾ കടന്നുറങ്ങിയതിന്? അല്ല, എവിടെയാട്ടാ പാർക്ക് ചെയ്തേക്കണെന്ന്? ആ ബസ് സ്റ്റാൻഡ് നടുഭാഗത്ത്. നടുവാവ് എവിടെ ചേട്ടാ? നടുഭാഗം എവിടെയായിരുന്നു? ബസ് സ്റ്റാൻഡിൽ പോയി നോക്ക്. ചൂടാവണ എന്തിനാട്ടാ? പിന്നെ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ബസ്സിന്റെ ഉള്ളിൽ കയറ്റി മുട്ടായും തരണ. എന്ത് ചേട്ടാ ഒന്ന് പറഞ്ഞു നോക്കി. എന്തെന്ന് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? രാഘവേട്ടാ, നിങ്ങൾ എന്തിങ്ങനെ ചൂടാന്ന്? ഓനോട് പറഞ്ഞാ ഓന് മനസ്സിലാവണ്ടേ? ഓനൊരു അഹങ്കാരിയാണ്. ഇങ്ങനെ ചൂടാണോ ചേട്ടാ? കുളത്തൂപ്പുഴയ്ക്ക് എപ്പോഴാ ബസ്? കുളത്തൂപ്പുഴയ്ക്ക് എപ്പോഴാ ബസ്? കുളത്തൂപ്പുഴയാ? അതെവിടെയാണ്? കൊല്ലം ജില്ലയിലെ ഒരു സ്ഥലം ചേട്ടാ. ഒരു അരമണിക്കൂർ കഴിഞ്ഞാലുണ്ടാവും. 1 മണിക്കൂർ കൊണ്ട് ഇവിടെ നിൽക്കുക. ഇപ്പം വരും. അരമണിക്കൂർ കഴിഞ്ഞാൽ വരും. 1 മണിക്കൂർ കൊണ്ട് നിൽക്കുക ചേട്ടാ. 4 മണിയാകുമ്പോൾ എത്തും. അത് കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞാൽ വേറൊരു ബസ്സുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞാൽ വേറൊരു ബസ്സുണ്ട്. അങ്ങനെ 3 ബസ്സുണ്ട്. ഈ 3 ബസ്സും കൂടെ ഒന്നിച്ച് ഓടിച്ചിട്ട് എന്താ ട്രാൻഡ് നടക്കുവാണോ? നിനക്കൊരു ബസ്സിൽ ഒരു സീറ്റേൽ വേണ്ടു. നീ അതിൽ ഏതെങ്കിലും ഒരു ബസ്സിൽ കയറി പോയിക്കോ. സമയത്ത് അത് വന്നെങ്കിലല്ലേ അത് കയറി പോകാൻ പറ്റൂ. സമയം എത്ര കൃത്യമായി എനിക്ക് വീട് പറയാനല്ലോ. ബസ് ഓടിച്ചു വരുന്നല്ലേ. എന്റെ ചേട്ടാ, സന്ധ്യ ആകുന്നതിന് മുമ്പ് കൊച്ചനെ കൂടി എനിക്ക് വീട്ടിലെത്തണം. അതിനിപ്പോ ഞാൻ എന്തുകൊണ്ട്? ചുമ്മാ അല്ല KSRTC നഷ്ടത്തിൽ ഓടുന്നത്. നീ നമ്മളൊരു ശമ്പളം കൂടെ കിട്ടാണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. അതിന്റെ ഇടയിൽ ഓരോ കുസൃതി ചോദ്യം ചോദിച്ചിട്ട് എന്നോടൊക്കെ ചോദിക്കാതിരിക്കും. ഒരാൾ പറഞ്ഞു കൊടുത്താൽ അത് കേൾക്കണ്ടേ? പിന്നെ നഷ്ടമല്ലോ എനിക്ക് മറുപടി പറയാൻ കൊടുക്കാം. എങ്ങനെ നഷ്ടം? നിങ്ങളിപ്പോ ഇങ്ങക്ക് ശമ്പളം കിട്ടാതിന്റെ വെറുപ്പ് നാട്ടുകാരോട് തീർത്തിരുന്ന കാര്യ. ചേട്ടാ, 3ാമത്തെ ആണേ. ഓവറാക്കട്ടെ. നിങ്ങൾക്ക് 2 ഓട്ടത്തിന് പോവാനുള്ള. എടാ, ഇത് ആദ്യമൊന്നും അല്ലല്ലോ. ഇത് എന്ന് തുടങ്ങിയതാ ഈ പരിപാടി? പിന്നെന്താണ്? സ്റ്റെയറിംഗ് പിടിക്കേണ്ട കയ്യല്ലേ? അതിനെന്താണ്? ഒരു 2 എണ്ണം കഴിച്ചിട്ട് ആ ഡ്രൈവിംഗ് സീറ്റ് പോയി ഇരുന്നിട്ട് ആ സ്റ്റെയറിംഗിന്റെ മുകളിൽ ഇങ്ങനെ തൊട്ടാ മതി. പിന്നെ വണ്ടി അങ്ങനെ പൊക്കും. വണ്ടിക്ക് പരിചയമുള്ള റൂട്ടാണല്ലോ. തൃശൂർ സൂപ്പർ ഫാസ്റ്റ് ATC 152 നമ്പർ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഉടനെ പുറപ്പെടും. ഇല്ല, പെട്ടെന്ന് തീർത്താൽ മതി. ആ സൂപ്രണ്ട് വന്ന ഇടങ്ങറാണേ. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. മതി, കഴിഞ്ഞു. ഇറക്കേക്കാം. സത്യായിട്ട് ഓന് കൊടുത്തു. ഓനെ അലമ്പാ. വേണ്ട. ഞാൻ വെച്ചോളാം. തുടങ്ങി.
എന്തേ സങ്കടാവുന്നു. എടാ സങ്കടം മാറ്റാനല്ലേ കള്ളു കുടിക്കണത്. ഇനി പിന്നെ സങ്കടപ്പെടണ ഈ എന്റെ അച്ഛൻ ഓർത്തിട്ട് എന്തിനാ പയ്യനെ അച്ഛൻ ഓർക്കണം? എന്റെ ജീവിതം നശിപ്പിച്ച എന്റെ അച്ഛനാണ്. എടാ അച്ഛൻ മരിച്ചോണ്ടല്ലോ എനിക്ക് ജോലി കിട്ടിയേ. എന്തിനു ജോലി? ശമ്പളമില്ല, കിമ്പളുമില്ല. KSRTC ഞാൻ 5000 രൂപ അങ്ങോട്ട് കൊടുക്കണം. അങ്ങോട്ടോ? ഈ ശമ്പളം ഇല്ലാത്തേക്ക് എന്തിനാ KSRTC അങ്ങോട്ട് 5000 കൊടുക്കണേ? അതെ, കഴിഞ്ഞ ആഴ്ച എന്റെ വണ്ടി എന്റെ അമ്മാഴ്ച കേറിയിനി. ടിക്കറ്റ് വേണ്ട പറഞ്ഞ് അമ്മാഴ്ചനോട്. ഒരു സന്തോഷമായല്ലോ, നമുക്കൊരു സന്തോഷല്ലേ. നമ്മളമ്മാഴ്ചനല്ലേ, അതെ അതെ. അത് സാധാരണയല്ലേ അമ്മ ചെയ്യല്ലേ. അടുത്ത സ്റ്റോപ്പിൽ ചക്കർ കയറി. ബാലകൃഷ്ണ മാഷ് എന്ന് ഓരോ പേര്. പുതിയ ആള് പോരാ, കൊടുക്കണേ ഇനി തലക്ക് 5000 രൂപ ഫൈൻ. ഉണ്ട്. അമ്മായിപ്പനെ സൂചിപ്പിക്കാൻ നോക്കിയതാ. വേണ്ടാത്ത പണിക്ക് പോയിട്ടില്ലേ? അതെ. എടാ ഉണ്ണിയെ, ഓ, എനിക്ക് ഈ KSRTC എടുത്തെങ്കിലേ എനിക്ക് ആ ബീവറേജിൽ ഒരു അപേക്ഷ കൊടുത്തൂടെ? ബീവറേജൊക്കെ ഞാൻ എന്ന് പോകുന്നുണ്ടല്ലോ, ഒരു സാധനം കിട്ടാൻ വേണ്ടി അപേക്ഷയും കൊടുക്കണം. അതല്ലടാ, പിന്നെ നമ്മളെ KSRTC ആളെ ഡെപ്യൂട്ടേഷനിൽ എടുക്കണ്ട അവിടെ, അതിന് കൊടുത്തൂടെ? അപേക്ഷിച്ചൂടെ? മൊയ്ത് കൊടുത്തില്ല. ഞാൻ കൊടുത്ത്. നിങ്ങൾക്ക് മദ്യം അറാമല്ലേ? മദ്യല്ല ആറാമുള്ളൂ, ശമ്പളത്തിന് ആറാമില്ലല്ലോ. ഞാൻ കൊടുത്തിട്ടാ. അപ്പൊ കൊടുക്കാം. കൊടുക്കട്ടോ? കൊടുക്കാം. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് പത്തനംതിട്ടക്ക് പോകുന്ന RPK 618 നമ്പർ ബസ് ഇനി മതി, നിങ്ങൾ പോകാൻ നോക്കി. അനൗൺസ്മെന്റ് വന്നിരിക്കുന്നു. ഉടൻ ഞാൻ പോവില്ല. ഇനി കഴിക്കാൻ വയ്ക്കില്ല. കുഴപ്പമില്ലടാ. എന്ത് കുഴപ്പമില്ല നിങ്ങൾ പറയണത്? പോലീസ് ചെക്കിംഗ് ഒന്നുമില്ലോ. പിന്നെന്താ? പോലീസ് അതാണ് നിങ്ങളുടെ ധൈര്യം അല്ലേ? അല്ല പിന്നെ അതൊക്കെ പ്രൈവറ്റ് ബസ്സുകാർക്കുള്ളതാണല്ലോ. ഇനി മതി, ഞാൻ സമ്മതിക്കൂല. ഇതെന്റെ മോനാ, എന്റെ മോനാ. മോനെ കൊണ്ട് പോ. ഞാൻ പോവില്ല. ചെല്ലില്ല, അത് ആൾക്ക് ഇവിടെ നോട്ടെ. രണ്ടാൾ ചെല്ലും ഒക്കെ ഞാൻ ശരിയായിക്കോളാം. ചെല്ലും. ഞാൻ പോവില്ല. എന്റെ മോനെ അതിനെ പിടിച്ചു കൊണ്ടോ നിങ്ങള്. കൂടുതൽ കൊടുക്കുമ്പോഴേ ഞാൻ പറഞ്ഞ 3-ന് മേലെ നോന് കൊടുക്കാൻ പാടില്ല. ചെല്ല്. നിങ്ങളെ വണ്ടിയാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ചെല്ലി ഡ്രൈവറും കണ്ടക്ടറാണ് നിൽക്കുന്നത്. എനിക്ക് 3 മണിക്കാ. ചെല്ല്. ഓനെ പിടിച്ചോണ്ട് കുഴപ്പമില്ലല്ലോ. എന്റെ പിന്നാലെ വന്നു. ചെല്ല്. ആ കൂടെ ചെല്ല്. കൈ പിടിച്ചോളി. അടുത്തോനെ ആ വണ്ടിയുടെ പത്തനംതിട്ട എത്തിക്കണേ. അല്ല, എങ്ങനെ കഴിക്കാണ്ടൊക്കെ വരും? അത്രയും ദുരിതല്ലേ KSRTC അനുഭവിക്കണേ. നമ്മക്കൊക്കെ തറാമായതുകൊണ്ട്, അല്ലെങ്കിലൊക്കെ ഞാൻ എന്നോ കുടിച്ചിട്ട് ഞാനും പതിവില് ഇപ്പത്തെ കൊണ്ട് ഒളിപ്പിച്ചു വെക്കേണ്ട എന്റെ പണിയാ. ചിന്തോറ്റി സാറേ, അക്കമറ്റി കളിക്കുക. അക്കമറ്റി കളിക്കുക. കമ്മിറ്റി കളിക്കാൻ പറ്റിയ സമയമാണല്ലോ ഇപ്പൊ. ഞാൻ നമ്മുടെ KSRTC എങ്ങനെ ലാഭകരമാക്കാൻ പറ്റുമെന്ന് ഇങ്ങനെ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് വേറെ ഐഡിയ തോന്നിയത് ഞാൻ തന്നെയായിട്ടൊന്ന് പങ്കുവയ്ക്കാണ്. കാരണം ഇപ്പൊ നമ്മൾ ഈ ഹൈ റേഞ്ച് ഏരിയയിലേക്കൊക്കെ നമ്മൾ ഇത്രയും വലിയൊരു ബസ് സർവീസ് നടത്തുമ്പോ അതിന്റെ മെയിൻ്റനൻസ്, അതേപോലെ അതിന് ചെലവഴിക്കേണ്ടതായിട്ട് വരുന്ന ഡീസൽ, ഇതിന്റെ ഒക്കെ കണക്ക് നോക്കുമ്പോ വമ്പൻ നഷ്ടമാണ്. അപ്പൊ ആ ടൈമിലൊക്കെ ഈ ഹൈ റേഞ്ച് ഏരിയയിലേക്ക് ഓടാനായിട്ട് ചെറിയ സർവീസുകൾ, ചെറിയ വണ്ടികൾ, മിനി ബസ്സോ മിനി ബസ്സോ അല്ലെങ്കിൽ ജീപ്പ് തന്നെ ആയാലും എന്താ, ആൾക്കാർക്ക് കയറി പോവാൻ ആ സമയത്ത് ഒരു സൗകര്യം ഉണ്ടായ പോരെ. KSRTCയുടെ ജീപ്പ് എന്താ കുഴപ്പം? ആ ജീപ്പ്, ഓട്ടോറിക്ഷ, സ്കൂട്ടറോ എന്താണ് ഈ അത് എന്താണ് കുടുങ്ങിയ എന്താ വ്യാധി? ഇത് ആടിനെ തൊളിച്ചോണ്ട് വരുന്ന കാര്യം എന്താണ്? അതെ, ഇവിടെ മറ്റേ ബീവറേജിലേക്ക് ഡെപ്യൂട്ടേഷന് പോകാനല്ലേ. നിങ്ങളെല്ലാവരും ഇപ്പൊ ആദ്യം ഞാൻ അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് വരട്ടെ അതൊക്കെ മേടിക്കാം. നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഡെപ്യൂട്ടേഷൻ ലെറ്റർ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ KSRTCയുടെ സർവീസ് നടക്കണ്ടേ? സാറ് ഇത് ജീവിക്കാൻ പറ്റണ്ടേ? 3-4 മാസം എത്തുമ്പോ ശമ്പളം കിട്ടിയ വീട്ടുകാർ പട്ടിണിയാണ്, കാര്യങ്ങൾ നടക്കണ്ടേ? സംഭവമൊക്കെ നമുക്ക് മനസ്സിലാവേണ്ട ഒരാളൊക്കെ അല്ലേ അതൊക്കെ ചെയ്യാ, അല്ലാതെ എല്ലാവരും വരിയായിട്ട് വന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ ജീവിക്കണ്ടേ സാറേ? ഇപ്പൊ തൽക്കാലം എന്റെ മാത്രം അതെ, ആവശ്യങ്ങളൊക്കെ മനസ്സിലായി. നമ്മുടെ വണ്ടികൾ എങ്ങനെ ഓടും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു അഭിപ്രായം നിങ്ങൾ പറയും. സാറേ, വണ്ടികൾ ഇവിടെ കിടന്ന് ഓടിയാൽ മാത്രം പോരല്ല, വീട്ടിലെ കാര്യങ്ങൾ ഓടണ്ടേ? ചേട്ടാ, ഹലോ ചേട്ടാ,
എന്തെന്ന് ഇവിടെ ഒരു മനുഷ്യനില്ലല്ലോ. അതെ രാഘവേട്ടാ, ഈ KSRTC എന്ന് പറയുന്ന പ്രസ്ഥാനം നമുക്ക് അന്നം തരുന്നതാണ്. അതിനെ പെറ്റമ്മയെ പോലെ കാണണം നമ്മള്. ഒരു മാസം ശമ്പളം ഉറ്റിച്ചുറ്റിച്ച് തരുന്നതിന് പെറ്റമ്മേനെ കാണണ്ടേ? പെറ്റമ്മയും പോറ്റമ്മയൊന്നും കുഴപ്പമില്ല. ഇപ്പൊ ഒരു അമ്മായിയമ്മയാണ്, മരുമക്കളോട് പോര് കാണിക്കണം അമ്മായിയമ്മ. സംഗതി വിഷമങ്ങളൊക്കെ മനസ്സിലായി. ഞാനിപ്പോ ഇത് എങ്ങനെയെങ്കിലും ലാഭകരമാക്കാൻ പറ്റുമെന്ന് ആലോചിച്ചോണ്ടിരിക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന് സെറ്റായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എവിടേക്കും പോകേണ്ട പറ്റില്ല. എല്ലാവർക്കും ശമ്പളം കൃത്യമായിട്ട് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ KSRTC എത്തും. നമുക്കത് വിജയിപ്പിക്കാൻ പറ്റും. ഇപ്പൊ തൽക്കാലം നിങ്ങളൊന്ന് പിരിഞ്ഞു പോ. അതെ, അപേക്ഷ ഒന്ന് സ്വീകരിക്കും. അല്ല, അതെ, ഞാനിതൊന്ന് ലാഭകരമാക്കാൻ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുമോ നോക്കട്ടെ. ഐഡിയ ഉണ്ട്. എന്താ? ഇപ്പൊ ഇല്ല KSRTC ബസ് എല്ലാം തല്ലിപ്പോൾ ചാക്രിക്കടക്കാരൻ ഇരുമ്പ് വിലക്ക് അങ്ങോട്ട് തൂക്കി വിറ്റേ ലാഭാണ്. എന്നിട്ട് നമ്മ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് മാറ്റിയിട്ട് ഏതെങ്കിലും തസ്തികയിൽ പോസ്റ്റ് ചെയ്യും. നമുക്ക് ശമ്പളം മര്യാദ കിട്ടും. സർക്കാരിന് കുഴപ്പമില്ലാതെ വിറ്റലാവശ്യം കിട്ടുമല്ലോ പൈസ. അതായി നടക്കൂല സാറേ, അത്രയും നടക്കൂ. ക്ഷമ അറ്റിട്ട് പറയണേണ് സാർ ഇതൊക്കെ. കൊണ്ടാ എല്ലാവരും അല്ലേ? ഫസ്റ്റ് സെക്കൻഡ് ഒന്നും ഇല്ല, എല്ലാവരും തന്നോ. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എല്ലാവരും പൊക്കും, ഒക്കെ പൊക്കും, എല്ലാവരും രക്ഷപ്പെടും. ഞാനിത് വിജയിപ്പിക്കും, ഞാനിത് ഉയർച്ചയിൽ എത്തിക്കും. ആ സമയത്ത് ഇത് വിജയത്തിലെത്തുമ്പോ സാറേ KSRTC വിജയത്തിലായെന്ന് അറിഞ്ഞു KSRTC, ഞങ്ങളും വരട്ടെ എന്ന് ചോദിച്ചാൽ ആ സമയത്ത് എന്റെ തീരുമാനത്തിൽ നിങ്ങൾക്കൊന്നും ഇവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്റേത് വേണോ വേണ്ടേ? തുറന്നു പറയുണ്ണി, വേണോ വേണ്ടേ? വേണം. എന്ത് വേണമെന്ന്? ശമ്പളം വേണം. അതിനൊരു വഴി ഉണ്ടാന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ അത് കൊടുക്കാം. അത് പോരെ? എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കും. സാറ് ഇവരെല്ലാരും കൂടി കൂട്ടത്തോടെ തുടങ്ങി നമ്മളെന്ത് ചെയ്യാ? പോണോരൊക്കെ പോട്ടെ. ഏതെങ്കിലും വിധത്തിൽ ഇതൊന്ന് വിജയകരമാക്കി എടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മോനാ, ആരൊക്കെ ഇവിടുന്ന് പോയാലും ഇതൊന്ന് വിജയിക്കുന്നവരെ താൻ എന്റെ കൂടെ നിൽക്കണം കേട്ടോ. സാറ് ഈ ബിൽഡിംഗ് കണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞു പോണാലും ഞാൻ സാറിന്റെ ഒപ്പം കട്ടക്ക് നിൽക്കും. അത് മതി എനിക്ക്. ഒരു കുപ്പി ബ്രഹ്മ അല്ലെങ്കിൽ വിസ്കി, ബ്രഹ്മ അല്ലെങ്കിൽ വിസ്കി അല്ലെങ്കിൽ ബ്രാൻഡ്, ഇതിൽ ഏതിലും ഒന്ന് തീരുമാനിക്കും. ബ്രാൻഡ് ആയിക്കോട്ടെ. ബ്രാൻഡി നിങ്ങൾ ബാക്കിലേക്ക് പോയിട്ട് നിങ്ങളുടെ ബാക്കിലേക്ക് ഇവിടെ വാങ്ങണ്ടേ? ബാക്കി ഇത് എടുത്ത് വെച്ചിട്ടല്ലോ. എന്നെക്കാളും മുന്നേ ബാക്കി തരാം. ഞാൻ കൊണ്ട് ഇതാക്കണമൊന്നുമില്ല. ഇവിടെ എനക്ക് വേറെ പണിയൊന്നുമില്ല. ശരി, നേരം വെളുത്തിട്ട് തുറന്നേ വഴിക്ക് ഇവിടെ വന്നിക്കണേ. എനക്കൊന്ന് ക്യൂ നിന്നാ പോരെ. ഇവിടെ വന്ന് ഇങ്ങനെ നിക്കണേ. അവിടെ നിന്നുകാണ്ട് ഇങ്ങനെ വെറുതെ മര്യാദ എന്നെ പോലെയല്ലേ ഇവിടെ എല്ലാരും ക്യൂ നിക്കണേ. മാജിക് മൊമെന്റ്സ് എത്ര വില? മാജിക് മൊമെന്റ്സിന്റെ വില അതിന്റെ മുകളിലുണ്ടോ? മാജിക് മൊമെന്റ്സിന്റെ വില 1070 കൊടുത്തിട്ട് 1600 സാറേ. 1600 എന്നാ എന്റെ പൈൻ്റെ എടുക്ക്. കൊടുത്തോ. അത് ഇത് ഭയങ്കര വില കുറയാണല്ലോ ഇതിന്റെ സാധനത്തിനൊന്നും. ഭയങ്കര വിലയാണല്ലോ. പൈൻറ്റില്ല സാറേ. വില കുറയ്ക്കാൻ പറയാം കേട്ടോ. ഇത് ഒരു ദിവസം പണിക്കാശ് ഭയങ്കര കഷ്ടപ്പാടാണ്. അല്ല, ഇത് വേറെ ഈ നേതാവുണ്ടോ? ഈ നേതാവ് സാധനം ഉണ്ടോ? ഈ നേതാവോ? അല്ല, സാധനത്തിന്റെ പേരല്ല. ഈ ബീവറേജിലെ യൂണിയൻ നേതാവില്ലേ, ബേബി സാറെന്ന്. ബേബി സാറ് ഞാനാണ്. മേടിക്കണല്ല, ഒരു കാര്യം പറയണേന്ന്. ബേബി സാറ് ഞാനാണ്. നേതാവ് ഞാൻ തന്നെയാണ്. എന്താ കാര്യം? ഞാനൊന്ന് കാണാമെന്നാണ്. എന്താണ് സാധനം? കേസ് വാങ്ങാൻ? ഇല്ല, ഇതൊരു ശുപാർശ കത്താണ്. ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലേ രുക്മിണി, അവര് തന്നതാണ്. അതെ, ഞാൻ KSRTCയിലാണ്. അപ്പൊ ശമ്പളമൊന്നും ഇല്ല, ഇച്ചിരി ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ. അപ്പൊ ഈ ബീവറേജിൽ ഡെപ്യൂട്ടേഷനിൽ എടുക്കണ്ടല്ലോ, അപ്പൊ ഒന്ന് സഹായിക്കാൻ വേണ്ടിട്ട് സാറേ. നിങ്ങൾ തൽക്കാലം ഒരു കാര്യം ചെയ്യും. ഈ ശുപാർശയൊക്കെ തന്നു കുറച്ച് കഴിഞ്ഞ് വീട്ടിലേക്ക് പോരും. ഞാൻ 1-1:30 ആകുമ്പോൾ ഊണ് കഴിക്കാൻ വീട്ടിൽ വരും. അല്ല സാറേ, എനിക്ക് വീട് അറിഞ്ഞൂടാ. വീട് അറിയണമെന്നില്ല. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ നേതാജി നഗർ എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം. ഇവിടെ പോകുമ്പോ അവിടുന്ന് നേരെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാല് അവിടെ ഒരു വിമാനം നിർത്തിയിട്ടുണ്ട്. നെടുമ്പാശ്ശേരിയില്ല.
നെടുമ്പാശ്ശേരിയിലെ ഒരു വിമാനത്തിന്റെ പ്രതിമ അവിടെ നിർത്തിയിട്ടുണ്ടാവും. അതിന്റെ സൈഡിൽ കൂടെ പോയാൽ എന്റെ വീട്. അപ്പൊ ഞാൻ അവിടെ ഇരിക്കാം. അവിടെ ഇപ്പം പോകണ്ട, അവിടെ ഇപ്പം എന്റെ ഭാര്യ ഒറ്റയ്ക്കുള്ളൂ. ഈ അവിടെ പോയി ഇങ്ങനെ കുത്തിരിക്കുക. അല്ല, ഒന്ന് സഹായിക്കണം സാറേ. സഹായിക്കണം എന്ന് പറഞ്ഞാൽ ഈ അവിടെ പോയിക്കോ. അവിടെ ഞാനവിടെ ഒരു കാര്യം ചെയ്യാം, ഞാൻ റെഡിയാക്കാം. നീ അവിടെ നിൽക്ക്, വീട്ടിൽ നിൽക്ക്, ഞാൻ വരാം. അങ്ങോട്ട് പോയി ആള് നിൽക്കണ കണ്ടേ, നിന്റെ ഈ ബ്ലോക്ക് കാരണം ബാക്കിയുള്ള കാണും. സമയം കുറെ മന്ത്രിമാരെ റെക്കമെൻഡേഷന്റെ കളിയാണ് എനിക്ക്. അതിന്റെ ഇടയ്ക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. വിട്, നിങ്ങൾ 2 ലിറ്റർ മാജിക് മൊമെന്റ് അടിക്കേ. എന്താ എന്ത് കാണിക്കണേതാ? എണീക്കാൻ എണീക്കാൻ. നല്ല കോലായിട്ടുണ്ട്. അയ്യോ വയ്യ. അതെ, നിങ്ങൾ ബിവറേജ് പോണ്ട. ബിവറേജിൽ നിന്ന് പോണ്ട, ഇപ്പൊ പോയല്ലോ. അതല്ല, നിങ്ങൾ KSRTC ജോലി മാറിയിട്ട് ബിവറേജിലേക്ക് പോണ്ടോന്ന്. അത് പോവും. എന്തിന്? എന്തിനെന്ന് ചോദിച്ചാ എല്ലാ ആൾക്കാരും ഡെപ്യൂട്ടേഷനിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. ആർക്കൊക്കെ താല്പര്യം എന്ന് ചോദിച്ചപ്പോ എല്ലാരും കൊടുത്തു. ആ കൂട്ടത്തിൽ ഞാനും കൊടുത്തു. എന്നാ അപ്പൊ നിങ്ങൾ പോണ്ട. പോണ്ടാന്ന് പോണ്ട തന്നെ. പിന്നെ KSRTC തന്നെ വെള്ളത്തിലാ മുഴുവൻ സമയം. നീ ഇപ്പൊ ബീവറേജിൽ കൂടി പോകാതെ കുറവുള്ളൂ. വണ്ടിയൊക്കെ ഇപ്പൊ എവിടെ? എവിടെ? ഇപ്പൊ നിർത്തിയില്ലേ, ഇപ്പൊ കുറച്ചല്ലേ കഴിയുള്ളൂ. പിന്നല്ലേ ഇന്നിപ്പോ കുടിച്ചില്ലേ? ഇന്നിപ്പോ കുടിച്ചിട്ട് വന്നതല്ലേ. ഇന്നലെയോ? ഇന്നലെ കുടിച്ചു. മിനിഞ്ഞാന്ന് കുടിച്ചിട്ടില്ല. കുടിച്ചിട്ടില്ലേ? ഇല്ല. ആരാ പറഞ്ഞില്ലാന്ന്? മിനിഞ്ഞാന്ന് കുടിച്ചുന്നോ? മിനിഞ്ഞാന്ന് കുടിച്ചിട്ട് വന്നിട്ടല്ലേ ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് എന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞാ അവിടെ ഉരുണ്ടടിച്ച് വീണത്. മിനിഞ്ഞാന്ന് കുടിച്ചു. ചുരുക്കത്തിൽ എല്ലാ ദിവസവും കുടിക്കന്നെ. വേണ്ടെന്ന് വിചാരിക്കും. പിന്നെ നിങ്ങളുടെ കുടി നിർത്താൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. അതിന് ചികിത്സ എവിടെ കിട്ടുന്ന ഞാൻ അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ബിവറേജിലേക്കൊന്നും പോവണ്ട, KSRTC നിന്നാ മതി. അപ്പൊ നിനക്ക് മാസം ശമ്പളം വേണ്ടേ? പിന്നെ ശമ്പളം കിട്ടാൻ പറ്റുമോ? ഇപ്പൊ കിട്ടണ്ടല്ലോ, അതേപോലെ മതിയോ? അതോ ശരിക്കും ശമ്പളം വേണോ? ശമ്പളം വേണം. ശമ്പളം വേണല്ലോ. KSRTC ഡെപ്യൂട്ടേഷൻ വാങ്ങിയിട്ട് നേരെ ബിവറേജിലേക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ കൃത്യമായിട്ട് ശമ്പളം കിട്ടും നിനക്ക്. അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ എന്നിട്ട് വേണം എന്റെ പണയം വെച്ച സ്വർണ്ണമൊക്കെ എടുക്കാനേ. എടുക്കണ്ടേ നമുക്ക്? അതെ. എന്നാ പിന്നെ ബീവറേജിലേക്ക്. അല്ല, ഇതിപ്പോ എന്ന് കിട്ടും ഈ ജോലി? എന്ന് കിട്ടുന്ന ചോദിച്ചാ അപ്പൊ എല്ലാ ആളുകളും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോ പെട്ടെന്ന് കിട്ടുമല്ലോ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ കിട്ടും. അതിന് വേറൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? അതായത് നീ കുടിക്കമ്പനി എന്താ നിനക്കറിയാവോ? കുറിക്കമ്പനി? കുറിയല്ല, കുടി നമ്മള് കുടിക്കണേ. അപ്പൊ ഒരു കുപ്പി അവിടെ എടുത്തു വെച്ചിട്ട് അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞ അപ്പൊ കിട്ടുന്ന ഒരു ബന്ധമുണ്ട്. ആ ബന്ധം എന്ന് പറഞ്ഞ രക്തബന്ധത്തെക്കാട്ടിലും വലുതാണ്. മതിയോ പ്രസംഗം വേണ്ട, ജോലി കിട്ടോന്ന് പറ. കിട്ടും. ഇങ്ങനെയുള്ള കുടിക്കമ്പനിയുടെ മെയിൻ ആളാണ് ബിവറേജിലെ യൂണിയൻ നേതാവ്. എന്റെ സ്വന്തം ആളാ. അതുകൊണ്ടെന്താ ജോലി ഉറപ്പ്. അയ്യാ